ഹായ്, വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെല്ലാം മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസുകൾ വരുന്നുണ്ട്, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് ടാക്സ് ബാധ്യതകൾ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ ടാക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ടാക്സ് മേഖലയിലെ GST, ഇൻകം ടാക്സ്, TDS, TCS പോലെയുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ നിങ്ങളുടെ അടുത്തുണ്ടോ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനെ ഫേസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ തംബ്നെയിൽ കാണുന്നത് പോലെ തന്നെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസുകൾ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ കണക്കിൽ കാണിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഹ്യൂജ് എമൗണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുകയോ TDS TCS ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ട്രാൻസാക്ഷനുകൾ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് നടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു നോട്ടീസ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും അതേപോലെ ഇമെയിലിലേക്കും ലഭിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുക, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സാധാരണ രീതിയിൽ ഒരു നോട്ടീസ് വരികയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഇതുവരെ ഇൻകം ടാക്സിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇൻകം ടാക്സിൻ്റെ സൈറ്റിനകത്ത് പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പാൻ കാർഡും മറ്റു വിവരങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻ്റെയോ മറ്റോ സഹായങ്ങൾ നിങ്ങൾക്ക് തേടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ടും ഇൻകം ടാക്സിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ വെച്ച് പിന്നീട് നമ്മൾ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യണം. ഓക്കെ, സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഓൾറെഡി നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളൊരു കൺസൾട്ടൻറ്റ് സഹായം തേടുക. കാരണം വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷനുകൾ നടത്തിയത് കൊണ്ട് അതിൻ്റെ ബാധ്യത ഏതൊക്കെ രീതിയിലാണോ വരിക എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലെങ്കിൽ തീർച്ചയായും നമ്മളെ പോലെയുള്ള ആളുകൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ ഏറ്റവും ടോപ്പിൽ പെൻഡിങ് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ഈ പെൻഡിങ് ആക്ഷൻസിൽ കംപ്ലയിൻസ് പോർട്ടൽ കാണാം. ഈ കംപ്ലയിൻസ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കംപ്ലയിൻസ് പോർട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു കംപ്ലയിൻസ് പോർട്ടലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ റൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോ മോർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട്. ത്രൂ ക്യാമ്പയിൻ ഫംഗ്ഷനിൽ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രോച്ചസ് ദ ടാക്സ് പെയർ ഫോർ ഫീഡ്ബാക്ക് ഓൺ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേരിയസ് സോഴ്സിൽ നിന്ന്, അതായത് ബാങ്ക് ആവട്ടെ, ഇൻകം ടാക്സ് പാൻ കാർഡിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ TDS TCS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാധാരണ ആയ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന അല്ലെങ്കിൽ പാൻ കാർഡ് ഹോൾഡേഴ്സിന് ഒരു നോട്ടീസ് അവർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു വരുമാനം ഏതൊക്കെ രീതിയിലാണ്, നിങ്ങൾക്കതിന് ടാക്സ് ബാധ്യതകളുണ്ടോ, നിങ്ങളത് ഫയൽ ചെയ്യണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ യഥാർത്ഥത്തിൽ അവർ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാ വിവരങ്ങളും യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള നോട്ടീസുകളെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നോട്ടീസുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഇവിടെ പറയാം. ബിസിനസ്സിന് 82,000 രൂപ റിസീപ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് 11,50,000 ഡെപ്പോസിറ്റ് നടന്നിട്ടുണ്ട്. ക്യാഷ് വിഡ്രോവൽസ് 98,000 നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് AIS റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഏതൊക്കെ രീതിയിലാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായും AIS റിപ്പോർട്ട് കിട്ടും. ഇതേപോലെ 26 AS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം ഉണ്ട്. അവിടെ TDS TCS റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ റെസ്പോൺസ് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കണം. ഈ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരത്തില്ല. അപ്പോൾ കൃത്യമായിട്ടും ഇത്തരം നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് പോകരുത്. ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് പോവുകയാണെങ്കിൽ ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു
സെക്കൻഡ് ലെവൽ സ്ക്രൂട്ടിങ്ങിലേക്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ടാക്സ് ലാബിലിറ്റി, ടാക്സ് ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ എല്ലാ നോട്ടീസിനെയും നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഇതൊരു സാധാരണ രീതിയിൽ ഇങ്ങനെ വരാറുണ്ട് എന്ന് പറഞ്ഞ് നോക്കരുത്. കൃത്യമായിട്ടും നിങ്ങൾ നടത്തുന്ന എല്ലാ ഇടപാടുകളും ബാങ്കിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടി വേണം നമ്മുടെ ബാങ്ക് ഇടപാടുകൾ, ബാങ്ക് ട്രാൻസാക്ഷനുകളൊക്കെ നടത്തേണ്ടത്. അപ്പം ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അല്ലെങ്കിൽ ഇത്തരം നോട്ടീസ് വന്ന ആളുകളിലേക്കൊന്നും സ്റ്റക്കായി നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഉപകാരപ്പെടും. സോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ താങ്ക് യു.